ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ചെറിയ യാത്ര. അതായത് സൗദിയിൽ വന്നിട്ട് ഞാൻ ഇതുവരെ യാത്രയൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒഫീഷ്യൽ യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്ഥലമെല്ലാം ഓൾറെഡി ഇപ്പോൾ തന്നെ നിങ്ങൾ തമിഴിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ കണ്ടൻറ്റോ എന്താണെന്ന് വെച്ചാൽ കാണാലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജിദ്ദയിലുള്ള ഹൈഫ മാൾ എന്ന് പറയുന്ന ഒരു അടിപൊളി മാളിൻ്റെ മുന്നിലാണ്. ആക്ച്വലി നല്ല രസമാട്ടെ മാളിലാവും. ഞാൻ കയറി കണ്ടായിരുന്നു. ഇതിൻ്റെ 4ാമത്തെയും 3ാമത്തെയും എൻട്രൻസിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അതായത് നമ്മുടെ ബസ് ഇവിടെ കണ്ടോ വന്നിട്ടുണ്ട്. ആക്ച്വലി വന്ന് ബസ്സിനകത്ത് ലഗേജ് വെച്ചായിരുന്നു കേട്ടോ. ഇവിടെ കിടക്കുന്ന ഒരുമാതിരി എല്ലാ വണ്ടിയും ഒരുപോലെ തന്നെ കിടക്കുന്നത് കാണാൻ. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഒന്ന് നോക്കണം ഏത് വണ്ടിയാണ്. നമുക്ക് വണ്ടി ഒന്ന് കണ്ടാലോ. ബാ, ഇതാണ് നമ്മുടെ ബസ്. കണ്ടില്ലേ? ഞാൻ ആകെ ജർമ്മനിയിൽ മാത്രമേ ഇങ്ങനത്തെ വണ്ടികൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നിട്ടും കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്ര അടിപൊളി വണ്ടി ജർമ്മൻ വ്ളോഗുകളിലൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്ക് എന്തായാലും സീറ്റിംഗ് ഒന്ന് നോക്കാം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ബസ്സിന് ഇൻറ്റീരിയർ. ഇതാണ് നമ്മുടെ സീറ്റ്. നമുക്ക് ഫ്രണ്ട് വ്യൂ വേണം, അല്ലാതെ പരിപാടി നടക്കൂല. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓടി തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ആടിനകത്ത് ഡ്യൂളൊക്കെ ഇരിക്കത്തില്ലേ ലോറിയുടെ മേളിൽ, അതുപോലെ തോന്നുന്നു ഇവിടെ ഇരുന്ന് താഴോട്ട് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ബീച്ച് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. അതായത് ബീച്ച് സ്റ്റോപ്പ്, അതായത് ആർക്കെങ്കിലും വല്ല കഴിക്കാനോ കുളിക്കാനോ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ നൈറ്റ് ലുക്ക്. നല്ല രസമില്ലേ വണ്ടി കാണാൻ? ഇൻറ്റീരിയർ എടുക്കാനായിട്ട് ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട്. അപ്പോൾ ആരിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്താൽ വെറുതെ നമ്മളായിട്ട് എന്തിനാണ് ഡിലേ ആക്കുന്നത്. അങ്ങനെ 6-7 മാസത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മളൊരു സൂര്യോദയം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ഒരു ലെവൽ വരെ ഇപ്പം നിലവിൽ കിട്ടും. ഇനി ഇവിടുന്ന് അങ്ങനെ ഇപ്പോൾ ബസ് എടുത്താൽ കിട്ടത്തില്ല. നമ്മൾ ആക്ച്വലി ഒരു സ്റ്റോപ്പിൽ നിർത്തിയാണ്. ഇപ്പം സുബൈയൊക്കെ കഴിഞ്ഞു. സമയം 6 മണിയാവുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട്, അതായത് 2ാമത്തെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തു. ഇപ്പം ആക്ച്വലി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഇംഗ്ലീഷ് സിനിമയിൽ ടെക്സസ് ഒക്കെ കാണില്ല, അതുപോലെ തന്നെ ഒരു ക്രോസ് കൺട്രി റോഡ് പോലെയാണ്. അതായത് നമ്മുടെ മക്കയിലും ജിദ്ദയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോർമലി 4 വരി പാത. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോകും, മറ്റേ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ നമ്മൾ റിജാൽ അൽമയിലേക്ക് എത്തുന്ന ഒരു വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? 2 സൈഡിലും മലയൊക്കെ ആയിട്ട്. സിനിമയിൽ മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ല രസമുണ്ട്. ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഓൺ ദ വേ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗ്ലാസ്സിന് വിൻഷീൽഡ് ഇല്ല, അല്ല ഈ വിൻഷീൽഡിന് വൈപ്പറില്ല, അതുകൊണ്ട് വീഡിയോ എടുത്ത് കാണത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് റിജാൽ അൽമ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് പ്ലേസിലാണ്. ഇത് കണ്ട ഒരു തുർഷി മ്യൂസിയം എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ എൻട്രി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 20 ഡിഗ്രിയാണ് ക്ലൈമറ്റ് കാണിക്കുന്നത്. പക്ഷേ 20 ഡിഗ്രിയുടേതായിട്ട് തണുപ്പൊന്നും എനിക്ക് ഇതുവരെ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിൻറ്റ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എനിക്ക് തോന്നി എന്താണെന്നറിയോ, നമ്മുടെ സ്പിറ്റി ഇല്ലേ, സ്പിറ്റി. ഞാൻ പോയിട്ടില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് സ്പിറ്റിയൊക്കെ പോലെ തോന്നുന്നത്. ഇവിടെ ആണെങ്കിൽ എന്തൊക്കെയോ അറബിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് പിന്നെ വായിക്കാനും എഴുതാനും അറിയത്തില്ലല്ലോ. എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കമൻറ്റിലൊക്കെ ഇട്ടോ കേട്ടോ. നമ്മൾ അറിയാൻ മേലാത്തവർക്ക് വായിക്കാമല്ലോ. അപ്പോൾ ഈ റിജാൽ അൽമ എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഒരു 900 വർഷത്തോളം പഴക്കമുള്ളൊരു ഹെറിറ്റേജ് വില്ലേജാണ്. ഇത് ആക്ച്വലി ഭൂരിഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലും ക്ലേയും ഒക്കെ തന്നെയാണ്. നമുക്ക് ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കയും യമനും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ലിങ്ക് അതായത് ഈ സ്ഥലത്തിനുണ്ട്. അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു ലിങ്ക് ഉണ്ട്. ഒരു ഹെറിറ്റേജ് വില്ലേജാണ്, പഴയ കാലത്തുള്ള ഒരു വില്ലേജാണ്. ആൾത്താമസം ഉണ്ടായിരിക്കും. സമയം 8:30 ആയുള്ളൂ. എല്ലാവരും ഉറക്കമായിരിക്കും.
ഇത് ആക്ച്വലി ഒരു പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മുസ്ലിം പള്ളിയാണ്. പഴയ രീതിയിൽ ഇത് കണ്ടില്ലേ, കല്ലൊക്കെ കെട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടിപ്പിക്കലി കാണുന്ന പച്ച കളർ വിൻഡോ. പിന്നെ അതുപോലെ അതായത് കണ്ടില്ലേ, ഇതൊക്കെ മേളിലേക്ക് കയറിപ്പോകാൻ പറ്റും, പക്ഷെ നമ്മൾക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഇവിടുത്തെ ഒരു വിശ്രമമുറിയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച മദ്രസ ആയിരിക്കുന്നു, പക്ഷേ ഇത് മദ്രസ അല്ല. നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഈ ചുമട് താങ്ങിയില്ലേ, അങ്ങനെ എന്തെങ്കിലും സാധനമാണോ? ഇനി ദൂരെ നിന്ന് നടന്ന് ലഗേജുമായിട്ട് പണ്ട് വന്നുകൊണ്ടിരുന്ന ആൾക്കാർ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം വല്ല ആണെങ്കിലും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഉടനെ എത്തുമായിരിക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്നും മാറ്റണം, പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണ് റിജാൽ അൽമയുടെ ദ ഹണി കോട്ടേജ്. ഇവിടെ ദ ഇൻസ്പെക്ടർ ഹണിബി ഉണ്ട്. നമ്മുടെ പഴയ ഇംഗ്ലീഷ് പടത്തിൽ കാണുന്ന ടൈപ്പ് ഷെവർലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയായിരുന്നെ കൊണ്ടുവരുന്നു. അത് വേറെ കാര്യം. ദിസ് ഈസ് ദ ഇൻസ്പെക്ടർ ഹണിബി. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളും നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അകത്ത് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടില്ലേ, ടിക്കറ്റ് കൗണ്ടർ. നമ്മുടെ വണ്ടിയുടെ ഇതാണ് ഇവിടുത്തെ നടന്നു പോകുന്ന പാത. കണ്ടില്ലേ, ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാ ഈ കറങ്ങുന്ന വിൻഡ് മില്ലും തൊട്ടിപ്പുറത്ത് ഇതാ ഈ കറങ്ങുന്ന വെള്ളം അടിക്കുന്ന മറ്റേ സാധനം എന്തായിരുന്നു, ചക്രം. അതും മെയിൻ അട്രാക്ഷൻ ഇതാ ഈ കിടക്കുന്ന വില്ലീസ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു TV ഫ്രെയിം ഇരിപ്പുണ്ട്. അതുപോലെ കുറേ വടക്ക് നോക്കി പോലത്തെ എന്തായത് ലൊക്കേഷൻ അല്ലല്ലോ, ഡയറക്ഷൻ ബോർഡ് പോലത്തെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ കുറേ. അതുപോലെ തന്നെ ഇതാ കിടക്കുന്നത് നമ്മുടെ പഴയ കാലത്തെ പല്ലക്ക്. ഫ്രണ്ടിൽ ഇരിക്കുന്നതല്ല, പുറകിൽ കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ വിൻഡ് മില്ലെല്ലാം കണ്ട് ഇതാ ഈ ഒരു ഡോറിലൂടെ അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ അതിമനോഹരമായ ബിൽഡിംഗ്. കാരണം നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിലെ മലയുടെ കളർ ശ്രദ്ധിച്ചില്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ലൈറ്റിംഗ് ഉണ്ടോ, മാരകമല്ലേ ഈ ബിൽഡിങ്ങിൻ്റെ കളറൊക്കെ. ഇത് ആക്ച്വലി ബ്ലൂ ആണോ ഡാർക്ക് ഗ്രേ ആണോ? ഞാൻ ഓൾറെഡി സൺഷെയ്ഡ് വെച്ചിരിക്കുന്നുണ്ട്, എനിക്ക് കളർ അടിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഊരിയ സമയത്ത് നോക്കാനും മറന്നുപോയി. അപ്പോൾ ഇതിനകത്ത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ബ്ലാക്കും അല്ല ബ്ലൂ അല്ലാത്ത ബിൽഡിങ് എന്താ തുറക്കൂല. അസ്സലാമു അലൈക്കും. എന്താണോ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ പഴയൊരു കൊട്ടാരത്തിനകത്തോട്ടൊക്കെ കയറുന്നൊരു ഫീല്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ടൈപ്പ് ബാറില്ലേ, ബാറിനകത്തോടൊക്കെ കയറിയൊരു ഫീൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കനകോ ഒരു മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആംബിയൻസ്, എന്തത് ഒരു ബാർ ആംബിയൻസ്. ഇതാ ഇവിടെ ഒരു കട്ടിലിടപ്പുണ്ട്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് മറ്റേ തേനീച്ച പിടിക്കാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കൗണ്ടറുണ്ട് ഇവിടെ. ഒരുത്തനവിടെ തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഈ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, ഇത് ആക്ച്വലി ഒറിജിനൽ എല്ലാം തോന്നുന്നു കേട്ടോ കണ്ടിട്ട്.
ഒറിജിനലെല്ലാം തോന്നുന്നു. ജസ്റ്റ് പൈപ്പും തടിയൊക്കെ വെച്ച് വെൽഡ് ചെയ്തേക്കുന്ന സാധനം. ഇതിൻ്റെ പൊന്നെ എങ്ങാനാ ഒറിജിനലായിട്ട് കയ്യിരുന്ന് പൊട്ടണം, നല്ല രസമായിരിക്കും. കിടു സാധനം. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്താ ഈ ഒരു സൈഡിൽ മഞ്ഞ കളറിലെ ഹണി കളക്റ്റിംഗ് ഇതിനാ പറയുന്നത് ഡ്രസ്സ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മുടെ പൂക്കികൾക്കായിട്ടുള്ള എന്താ പറയുക പിങ്കോ റോസോ ആ കളറിലുള്ള ഡ്രസ്സ്, അതായത് ജെൻഡർ ഈക്വാലിറ്റി അതിവിടെ നല്ലപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹണി ടേസ്റ്റിംഗ് നോക്കിയാലോ. بلاد النحل والعسل الرجاء الالتزام بسياسة عائلتنا الوقائية أثناء تجارب العسل. يبقى الطفل خلف السياج الخشبي ويتذوق العسل عن طريق مرافقه. لا تترددوا بطلب المساعدة من المراقبين الصحيين فيما يخص الأطفال. بتاتا يمنع دخول الأطفال. يوجد كاميرات تراقب هذا الخصوص. Dear guests, visitors to our family home, the Honey Cottage family welcome to you at Land of Bees and Honey. Our family safety policy during honey trials. The child's ആക്ച്വലി നമുക്കിപ്പോൾ ചെറിയൊരു പനിക്കോടുണ്ട്. ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്താണ് സ്പെഷ്യൽ ഒരു കളറൊക്കെ. Bro, is finished? Yes. Just me. Hello, Edi. Endu Edi? Correct time already 10. അപ്പോൾ അങ്ങനെ ഹണി കോട്ടേജ് ഒക്കെ കണ്ടു. നമ്മളങ്ങനെ നമ്മുടെ പയനം മുന്നോട്ട് പോവാണ്. ഇത് ആക്ച്വലി എന്നെ സംബന്ധിച്ചിപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഹണി ടേസ്റ്റിംഗ്, വൈൻ ടേസ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഹണി ടേസ്റ്റിംഗ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ടോട്ടലി ഇൻഫ്രാസ്ട്രക്ചർ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് ബ്ലൂ കളർ ബിൽഡിങ്, പിന്നെ അതുപോലെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഇതും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ എവിടെ നിന്ന് മൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇറ്റ്സ് റെയിനിങ് ഇൻ അബ്ഹാർ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി മൂടൽ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് നോക്കാം. ഇത് കണ്ടില്ലേ, നമുക്ക് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? എനിക്ക് നല്ല പേടിയുണ്ട്. ഫുള്ളത്തായിട്ട് കൊക്ക പോലത്തെ സെറ്റപ്പാണ്. നിങ്ങളിതാ ഈ സ്ഥലം കണ്ടില്ലേ? ഇത് ആക്ച്വലി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിപ്പോൾ യൂറോപ്പിലാണെന്ന്. പക്ഷേ അല്ല, ഇതും സൗദി അറേബ്യയുടെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ അബുഹ എത്തിയോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എത്തിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് യൂറോപ്പിനെ വെല്ലുന്ന ക്ലൈമറ്റും അതുപോലെ തന്നെ റോഡും അതുപോലത്തെ തന്നെ എന്താ പറയുക, നമ്മുടെ എന്താ പറയുന്നത്, ഈ ചെടിയൊക്കെ വെച്ച് വളർത്തുന്നതിനെ പറയത്തില്ലേ, അതായത് ടോപ്പോഗ്രഫി. അതും വിത്തൗട്ട് എനി ഡൗട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റാണിത്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ലൊരു യൂറോപ്യൻ ടച്ചുള്ളൊരു സ്ട്രീറ്റ് ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കണ്ട റോഡിലൊക്കെ ഇങ്ങനെ മാർക്കിങ് കാണുന്നതും അതുപോലെ സൈഡ് വാക്കിലൊക്കെ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കാണുന്നതും എല്ലാം എൻ്റെ ഫസ്റ്റ് അനുഭവം.
ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് കേബിൾ കാർ റൈഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ തിരിക്കണം. അപ്പം നമുക്ക് ടൈം ഇപ്പം 1:15 ആവുന്നു. അപ്പം വളരെ ചുരുക്ക സമയം കൊണ്ട് കുറച്ചധികം സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ നമ്മുടെ അബ്ഹ ട്രിപ്പിൻ്റെ പാർട്ട് 1 ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പാർട്ട് 2 കാണാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവുകയും ചെയ്യും. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്കിതിവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത പാർട്ട് 2 ആയിട്ട് കാണാം.